എല്ലാവർക്കും ബാബിക്കുട്ടിൻ്റെ കുഞ്ഞു വീഡിയോയിലേക്ക് സ്വാഗതം സ്വാഗതം പറ. ആ നമ്മുടെ പാപ്പിയെ ഇവിടെയൊക്കെ ഇങ്ങനെ ഇരുന്നിട്ടാണെന്ന് വീഡിയോ ചെയ്യണത്. ആ പാപ്പി ഗുഡ് ഗേളായി, നിങ്ങളറിഞ്ഞ എല്ലാവരും. ആ പാപ്പി സൂപ്പറായി അല്ലേ? കുഞ്ഞു പാപ്പി സൂപ്പറല്ലേ? കുഞ്ഞു പാപ്പി സൂപ്പറാണ്. ഇവിടെ ഇരിക്കണ കാണണ്ടേ? ഏതാ ഉണ്ടോ? ഒറ്റയ്ക്ക് ഇരിക്കുകയാണ്, ആരും പിടിച്ചിട്ടില്ല. കട്ടിലിൽ ഇങ്ങനെ ഇരിക്കേണ്ട ഒറ്റയ്ക്ക്. ആ സൂപ്പർ സൂപ്പർ. കുഞ്ഞു പെണ്ണ് അടിപൊളിയാണ്, കുഞ്ഞു പാപ്പി സൂപ്പറാണ്. അപ്പോൾ എന്താ പറയുക, പാപ്പി ഇങ്ങനെ ഇരിക്കണതൊക്കെ നമുക്ക് സന്തോഷമുള്ള കാര്യമാണ്. എപ്പോഴും നമ്മൾ ചെയറിലല്ലേ ഇരുത്തുക. ചെയറിലിരിക്കുമ്പോൾ ഇങ്ങനെ ചാരി ഇരിക്കുമ്പോഴാണ് ഇവളിങ്ങനെ ചരിഞ്ഞ് കണ്ണാടി അയക്കാൻ പാടില്ല, അത് ചീത്ത പറയും. ആ കണ്ണാടി അയച്ചാൽ അത് ചീത്ത പറയും. അപ്പം വീഴാൻ പോണ പേടിയൊക്കെ നല്ലോണം ഉണ്ട് ആൾക്ക്. ഞാൻ വീഴുവോ, അയ്യോ എന്ത് കാണിക്കും എന്നുള്ളൊരു നല്ലൊരു പേടിയുണ്ട്. അതുകൊണ്ട് ഇങ്ങനെ ആടുന്ന സമയത്ത് അവിടെ ചെറുതായി പിടിച്ച് ഇരിക്കും അല്ലേ? ഞാനും വിചാരിച്ചു ഇങ്ങനെ ഇരുത്തില്ല, ഇവിടെ ഇരുത്തിയിട്ട് എങ്ങനെയും പോവില്ല. ഒരു പ്രാവശ്യം ഇങ്ങനെ രോഷി സൈഡായിട്ട് ഇങ്ങനെ ഇരുന്നപ്പോൾ വീണിട്ടുണ്ടായിരുന്നു. ഇപ്പോഴല്ല, കുറേ മാസങ്ങൾക്ക് മുന്നേ. അതിന് ശേഷം ഇവിടെ ഇങ്ങനെ ഇരുത്തില്ല. അപ്പോൾ ഇന്ന് ഞങ്ങൾ കുറച്ച് നേരം ചോറൊക്കെ കഴിച്ചിട്ട് കിടന്നതായിരുന്നു. കിടന്ന ശേഷം എണീറ്റിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ ഇരുത്തിയപ്പോൾ സുഖമായി ഇരിക്കണം. അപ്പോൾ കണ്ടപ്പോൾ ഒരു സന്തോഷം തോന്നി. അപ്പോൾ ഞങ്ങളിങ്ങനെ കുറേ നേരം ഇരുന്നു അല്ലേ പാപ്പി? ആ പാപ്പി സൂപ്പറാണ്. ആ ഇങ്ങനെ വെച്ചിട്ടിരിക്കും. ഈ കൈ പൊക്ക് പൊക്ക് നന്നായി പൊക്ക്. ഇങ്ങനെ മേലേക്ക് പൊക്ക്. ആ ഈ കൈ പൊക്ക്. കണ്ടാ ഞാൻ പറയുന്നതൊക്കെ കേൾക്കണം. ആ പാപ്പി ഗുഡ് ഗേളാണേ, സുന്ദരിയാണേ, കുഞ്ഞു പാപ്പി സുന്ദരിയാണേ. ആ പാപ്പി കൈ കെട്ടിയിരിക്കേ, ഇങ്ങനെ കൈ കെട്ടിയിരിക്കേ. ആ കണ്ടാ? ആ പാപ്പി ആരാണ്? ഗുഡ് ഗേളാണ്. അപ്പോൾ കുറച്ച് പേര് നമുക്കിപ്പോൾ എന്താ പറയുക, പുതിയ ആളുകളൊക്കെ കുറേ പേര് വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ ലൈവൊക്കെ പോകുന്നതുകൊണ്ട് പുതിയ ആളുകൾ കുറേ വന്നിട്ടുണ്ട്. അപ്പോൾ അവർക്ക് ഒരു സംശയമുണ്ട്, പാപ്പിക്ക് എന്ത് പറ്റിയതാണ് എന്ന് ചോദിച്ചിട്ട് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. അപ്പോൾ പാപ്പിക്ക് പറ്റിയത് ഞാൻ ചുരുക്കി ഒന്ന് പറഞ്ഞു തരാമെന്ന് വിചാരിച്ചുകൂടി വന്നതാണ്. അപ്പോൾ പാപ്പി ഇങ്ങനെ ഇരിക്കുന്ന കണ്ടപ്പോൾ എനിക്കൊരു സന്തോഷം തോന്നി, അതുകൂടി കാണിച്ചു നമ്മൾ. പാപ്പിക്ക് ശരിക്കും പറഞ്ഞാൽ പറ്റിയത് എന്താണെന്ന് ചോദിച്ചാൽ, അവർ ചോദിച്ചതാണ് എത്ര വയസ്സിലാണ് പാപ്പിക്ക് ഇങ്ങനെ വയ്യായിക അറിഞ്ഞു തുടങ്ങിയത്, എന്താണ് സംഭവം എന്നൊക്കെയാണ് ഒരു കാക്ക വേണം. കാക്ക ഇപ്പം പിടിക്കാൻ പോവാട്ടോ നമുക്ക്. ഞാനും നീയും കൂടി കാക്കരും പിടിച്ചിട്ട് വരാട്ടോ. എത്ര കാക്ക വേണം? ഒരു കാക്ക വേണം, 2 കാക്ക വേണം? നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ, നമ്മുടെ പാപ്പി കഴുത്ത് തല വെട്ടിക്കാതിരിക്കണ കണ്ട കുറേ സമയമൊക്കെ ഇരിക്കണ്ട. അത് കഴിഞ്ഞ് ചെറുതായിട്ട് പോവും. അത് കുറേ കാലം ഇങ്ങനെ ചരിച്ചു വെച്ചിരുന്നതല്ലേ. അപ്പോൾ പെട്ടെന്ന് മാറ്റം വരുമെന്ന് പ്രതീക്ഷിക്കണ്ട. എന്നാലും എവിടെയെങ്കിലും ചായാൻ കിട്ടണില്ല എന്നുണ്ടെങ്കിൽ ആള് കഴുത്ത് ഹോൾഡ് ചെയ്ത് വെക്കാൻ ശ്രമിക്കുന്നുണ്ട്. കാക്ക വേണോ? അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് വരാം. പാപ്പിക്ക് എന്താ സംഭവിച്ചതെന്നുള്ളത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, പാപ്പി ശരിക്കും പറഞ്ഞ ഒരു 7 മാസമൊക്കെ കഴിഞ്ഞ് 8 മാസം പൂർത്തിയാവണതിന് മുന്നേ ജനിച്ചതാണ്. അപ്പോൾ വെയിറ്റ് വന്നിട്ട് 1,400 ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഒരു എന്താ പറയുക, വെയിറ്റ് തീരെ കമ്മിയായിരുന്നു. അപ്പോൾ പിന്നെ പാപ്പിക്ക് കണ്ണിലെ തിമിരമൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. കണ്ണിലെ തിമിരത്തിന് 2 കണ്ണിലും തിമിരം വന്നതുകൊണ്ടേ സർജറിയൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ ഗ്ലാസ് ഇടുന്നത്. അപ്പോൾ കുഞ്ഞു കുട്ടിയിലെ ഗ്ലാസ് ഇട്ടത് 22 എന്തോ പവറാണ്, ഇപ്പോൾ 14 ആയിട്ടുണ്ട്. ഇനി ഇതിങ്ങനെ കുറഞ്ഞു വന്ന ശേഷം മാത്രമേ നമ്മൾ എന്താ പറയുക സാധാ ലെൻസ് ആക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ഒരു പ്രായം വരയ്ക്ക് ഈ ഗ്ലാസ് തന്നെ ഉപയോഗിക്കണം. പിന്നെ പറയുകയാണെങ്കിൽ ഇവളുടെ അസുഖം എപ്പോഴാണ് തിരിച്ചറിഞ്ഞെന്ന് ചോദിച്ചല്ലോ. പറയുകയാണെങ്കിൽ ശരിക്കും ഒരു വയസ്സ് 1.5 വയസ്സ് എന്നൊക്കെ പറയേണ്ടി വരും എന്ന് ചോദിച്ചാൽ. അപ്പോൾ ഇവളെ നമ്മളിങ്ങനെ ഇരുത്താനും ഇതിനൊക്കെ ശ്രമിക്കും. അപ്പോൾ ഇങ്ങനെ ചാരിയൊക്കെ 1 വയസ്സാകുമ്പോഴേക്കും ഇങ്ങനെ വെറുതെ ഒരാളുടെ സപ്പോർട്ടൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ഇരിക്കുക, അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് നോക്കുമ്പോഴാണ് ഇവള് ഓരോ കാര്യങ്ങളും ചെയ്യാതെയും ഒക്കെ ശ്രദ്ധിക്കേണ്ടത്. ഞാൻ പറയണത് ചെയ്യാതെയൊക്കെ ഇരിക്കാൻ തുടങ്ങി. അപ്പോഴാണ് നമുക്ക് ഇതെന്ത് പറ്റിയതാണ്, അയ്യോ കുഴപ്പമുണ്ടല്ലോ എന്നൊക്കെ തോന്നിയിട്ട് നമ്മൾ അങ്ങനെ പോയത്. അങ്ങനെയാണ് എന്താ പറയുക, സ്പെഷ്യൽ കിഡ്സ് ആണെന്നുള്ളത് കാര്യം തന്നെ മനസ്സിലായത്.
പിന്നെ നമ്മൾ അതുമായി പൊരുത്തപ്പെടാൻ കുറേ സമയമൊക്കെ എടുത്തു. സെർബൽ പൾസിയാണ് പാപ്പിൻ്റെ ഈ അവസ്ഥയ്ക്ക് പറയുന്ന പേര്, സെർബൽ പൾസി എന്നാണ്. ശരിക്കും പറഞ്ഞാൽ സെർബൽ പൾസിക്ക് ഒരു മോചനമില്ല എന്ന് തന്നെയാണ് നമ്മൾ പറയുന്നത്, കേട്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷേ നമ്മൾ അതുമായി പോരാടിക്കൊണ്ടേയിരിക്കണം. എന്നല്ലെങ്കിൽ നാളെ ഒരു ദിവസം ഓക്കെ ആകുന്നു. അങ്ങനെയാണ് നമ്മളെ അങ്ങനത്തെ പാപ്പിയിൽ നിന്ന് ഇങ്ങനത്തെ പാപ്പിയിലേക്ക് എത്താൻ ഒരുപാട് ദൂരം സഞ്ചരിച്ചിട്ടുണ്ട്. ഒരുപാട് കഷ്ടങ്ങൾ നിറഞ്ഞ വഴിയും സന്തോഷങ്ങൾ നിറഞ്ഞ വഴിയുമായിട്ട് ഒരുപാട് ദൂരം സഞ്ചരിച്ച് നമ്മളിപ്പോൾ ഇവിടെ എത്തി. നമുക്ക് വലിയൊരു പ്രതീക്ഷ ദൈവം മുന്നിലേക്ക് ഇട്ട് വന്നിട്ടുണ്ട്. ആ പ്രതീക്ഷയായിട്ട് നമ്മളിങ്ങനെ പോകണം. അപ്പോൾ പാപ്പി ഓക്കെ ആകും തന്നെയാണ് നമ്മുടെ വിശ്വാസം, അല്ലേ? ഓക്കെ ആവില്ലേ നീ? കൊതുവ് കാല് കടയണം എനിക്ക്. നീ സ്കൂളിൽ പോവോ? സ്കൂളിൽ പോവോ? ചിരിക്കും. സ്കൂളിൽ പോവോ? പോവോ? കാക്ക ശരിക്കും പറഞ്ഞാൽ കുഞ്ഞു ചെറിയ കുട്ടിയിലെ ഈ അസുഖമൊക്കെ തിരിച്ചറിയണ സമയത്ത്, ഇങ്ങനെ ഒരു അവസ്ഥയാണെന്ന് തിരിച്ചറിയണ സമയത്തൊന്നും ശരിയായ ട്രീറ്റ്മെൻറ്റോ കാര്യങ്ങളോ ഒന്നും കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല. ഒരുപാട് സങ്കടവും വേദനയും ഒക്കെ ഉണ്ട്. സാഹചര്യം അങ്ങനെ ആയതുകൊണ്ടാണ് അങ്ങനെ ചെയ്യാൻ പറ്റാഞ്ഞതും അല്ല ഒരുപാട് വിഷമമുണ്ട്. എന്ന് വെച്ചാൽ നമ്മളായിട്ട് നമ്മുടെ കയ്യിൽ വന്നിട്ട് ഇങ്ങനെ ഒരു അവസ്ഥയിലായിപ്പോയല്ലോ കുഞ്ഞ് എന്നുള്ളൊരു ചിന്ത വല്ലാതെ വേദനിപ്പിക്കുന്ന ഒരു ചിന്തയാണ്. നേരത്തിന് ഒന്നും ചെയ്തു കൊടുക്കാൻ പറ്റിയിട്ടില്ല. അതിനുള്ള ഒരെവിടെ പോയാൽ തന്നെ അത് തുടർന്ന് കൊണ്ടുപോകാൻ പറ്റില്ല. ഒരു ട്രീറ്റ്മെൻറ്റിൽ നമ്മൾ പോയി പെട്ടിട്ടുണ്ടെങ്കിൽ തന്നെ അത് തുടർന്ന് അങ്ങോട്ട് 1 വർഷത്തോളം അങ്ങോട്ട് തുടർന്ന് അങ്ങോട്ട് പൂർത്തിയാക്കാൻ പറ്റിയിട്ടില്ല. അങ്ങനെയൊക്കെ ഒരുപാട് വേദനയോടുകൂടി കടന്നു വന്നു. എന്തായാലും എല്ലാത്തിനും അതിൻ്റെതായ സമയങ്ങളൊക്കെ ഉണ്ടാകുമെന്ന് വിചാരിക്കണം. അതുകൊണ്ടായിരിക്കാം ഇപ്പോൾ ഇങ്ങനെയൊരു ഇവിടെ എത്തിപ്പെട്ടതും ഒക്കെ എന്ന് വിചാരിക്കണം. പക്ഷേ ഇത്രയും മാറ്റം ഞാൻ ശരിക്കും ജീവിതത്തിൽ പ്രതീക്ഷിച്ചൊരു കാര്യമൊന്നുമല്ല. എന്നാലും ദൈവത്തിന് എല്ലാവർക്കും ഒരുപാട് നന്ദി അറിയിക്കണം. നന്ദി മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഈ അമ്മൻ്റെ കയ്യിൽ നന്ദി മാത്രമേ ഉള്ളൂ പറയുമ്പോൾ അവൾ ചിരിക്കണം. ഈ അമ്മനെ നന്ദി ആർക്ക് വേണം വേണ്ടി ചിരിക്കുകയാണെന്ന് തോന്നണം. തന്നെ അങ്ങനെ പറഞ്ഞ് ചിരിക്കുകയാണ്. ഈ അമ്മൻ്റെ നന്ദി ആർക്ക് വേണം പറഞ്ഞ് ചിരിക്കുകയാണ്. തന്നെ തന്നെ പിന്നെ നമ്മൾ എന്താ പറയുക, വന്ന വഴികളൊക്കെ പറയുകയാണെങ്കിൽ ഒരുപാട് ദുരിതം പിടിച്ച വഴിയാണ്. അതുകൊണ്ട് അത് പറയാൻ ആഗ്രഹിക്കില്ല. നമ്മൾ വിഷമങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന അതിലൊരു കാര്യമില്ല. കണ്ണാടി അയക്കുമ്പോൾ അവർ ചീത്ത പറയും. ആരെ കണ്ണാടി അയച്ചു ചോദിക്കും. ഉണ്ണി വീഡിയോ എടുക്കല്ലേ, വീഡിയോ എടുക്കുമ്പോൾ കണ്ണാടി അഴിക്കാൻ പാടില്ല. കണ്ണാടി അഴിച്ചു പറഞ്ഞാൽ എന്ത് പറയും? ആരെ കണ്ണാടി അഴിച്ച്? അമ്പോ പാപ്പിക്കുട്ടി നല്ല കുട്ടിയാണല്ലോ എന്ന് പറയും. കൈവെക്കൂ ഈ കൈവെക്കൂ, ഈ കൈവെക്ക്. ഗുഡ് ഗേൾ. പാപ്പി ഗുഡ് ഗേൾ അല്ലേ? പാപ്പി സുന്ദരിയാണേ, കുഞ്ഞു പെണ്ണാണേ. അയ്യോ കണ്ണാടി അഴിക്കണ്ട. എത്ര ഒരു മര്യാദ, കണ്ണാടി അഴിച്ച് എൻ്റെ കയ്യിൽ തരിക ചെയ്യണം. അപ്പം അങ്ങനെയൊക്കെയാണ് നമ്മുടെ പാപ്പിൻ്റെ വിശേഷങ്ങൾ എന്ന് പറയാനുണ്ടെങ്കിൽ. അങ്ങനെ പറയത്തക്ക വിശേഷമൊന്നുമില്ല. ഭയങ്കര ദുരിതത്തിൽ കൂടെ കടന്നു വന്നൊരു വ്യക്തിയാണ്, അല്ലേ? ഇല്ലേ? സങ്കടമുണ്ടെന്ന് എനിക്ക് ഇല്ല പറ. ശരി ഇവിടെ ഇരിക്കേ, കുറച്ച് നേരം ഇരിക്കേ. അങ്ങനെ ഇരിക്കണം. ഇങ്ങനെ ഇരിക്കണ സമയത്ത് നടുവിനൊക്കെ ഒരു ബലം കിട്ടുമല്ലോ. അതുകൊണ്ടാണ് ഇങ്ങനെ എത്തിയൊക്കെ വയ്ക്കണം. അയ്യോ നമ്മളവിടെ ആരെങ്കിലും പിടിക്കണ കണ്ട പിന്നെ ചാഞ്ഞ് വരും. ഇത്ര നേരം മിണ്ടാതിരുന്നു. ഇപ്പം ഇങ്ങനെ ചാഞ്ഞ് വരാതെ അവിടെ ഇരിക്കേ. അപ്പോൾ എന്തായാലും ചോദിച്ചവർക്ക് വേണ്ടിയിട്ടാണ് പറഞ്ഞത്. ഇങ്ങനെ ചുരുക്കി പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ഇനിയിപ്പോൾ ഇതിനിങ്ങനെ നീട്ടി വലിച്ചുകൊണ്ടിരിക്കണ്ടെന്നുണ്ട്. അപ്പോൾ നാളേക്ക് നമ്മൾ പുതിയൊരു വീഡിയോയുമായി വരുന്നതായിരിക്കും. താത്താ ബൈ ഷിയു. ചക്കരമ്മ കൊടുക്ക്. ചക്കരുമ്മ, പഞ്ചാരുമ്മ, പാപ്പിയുമ്മ.